എല്ലാ ചെങ്ങായിമാരെ നിങ്ങളെ കഥത്താ ഞങ്ങളെ കഴിഞ്ഞ കളി തോറ്റ് അതിന് മുമ്പത്തെ കളി തോറ്റ് ആര് ചോദിച്ചു തോൽപ്പിച്ചു അതൊക്കെ ക്യാച്ച് തന്നെയാണ്. ഇനിയിപ്പോ സഞ്ജു ഔട്ടായി വെച്ചോ, ബാക്കിയുള്ള ആൾക്കാർക്ക് എന്താ പരിപാടി? സഞ്ജു ഔട്ട് ഈസി ആയിട്ട് ജയിക്കേണ്ട കളിയാണ്. സഞ്ജു മാത്രം കളിച്ചാൽ മതി. ഒരു വിവാദം ഔട്ട് ഉണ്ടായപ്പോ മൊത്തത്തിൽ ഒന്ന് പാളി. പിന്നാലെ വരണോര് അടിച്ചണം. ഞങ്ങളെ തലൊക്കെ അടിച്ചാൽ പിന്നാലെ ഒന്നാണ്ട് അങ്ങനെയാണ് അടിക്കല്. അല്ലാതെ അത് ക്രെഡിറ്റ് എടുക്കാൻ അത് കുറെ കാലമായിട്ട് നിങ്ങളെ പുറകിൽ വരണവർക്കൊന്നും അടിച്ചറിയില്ല. തലനോട് ചോദിച്ചു പിന്നാലെ ഒന്ന് എങ്ങനെ അടിച്ചാൽ ഉറപ്പായാലും ഇങ്ങനെ നെഞ്ചും വിരിച്ചു വരും. എത്രയോ കളികൾ അടിപ്പിച്ച് ജയിപ്പിച്ച മനുഷ്യനെ പറ്റിയാണ് മൂപ്പര് അടിച്ച മിക്കവാറും കളിയിൽ തോറ്റിക്കാണ്. അത് വേറെ കാര്യം. മൂപ്പര ചരിത്രം നിർത്തോക്കി നിങ്ങളിത് മിഞ്ഞാത്ത കളി മാത്രം പറഞ്ഞാണ്ട് വരും. നിങ്ങൾ ഈ കഴിഞ്ഞ കളി തോറ്റ് ശരിയാണ്. ഈ സീസണിന്റെ കളി നോക്കിയാൽ മതി. ഈ സീസണിൽ മൂപ്പര് അടിച്ചു എന്നൊക്കെയുള്ള ശരിയാണ്. ഈ 2-3 ബോളൊക്കെ കളിച്ചാണ്. പക്ഷെ കളികൾ മൊത്തം ഈ സീസണിൽ മൂപ്പരക്കായി സ്ട്രൈക്ക് റേറ്റ് ഉള്ള ഒരു ബാറ്റർ ആരാ ഉള്ളത്? 2-3 പന്ത് ഒരാള് മാത്രം. 2-3 പന്തല്ല, ഒരു 50 ബോൾ എന്ന് കൂട്ടി 49 ബോൾ ടോട്ടൽ. അത്രയും ഇടിച്ചില് അടിച്ച ആൾക്കാർ ആരാ? ആ മഗ്ഗക്ക് മാത്രമേ ഉള്ളൂ മൂപ്പരക്കായി സ്ട്രൈക്ക് റേറ്റ്. അതാണ് കളി. അതായത് ബാക്കിയുള്ളവരെ കാരണം മാക്സിമം ബോൾ ഫസ്റ്റ് വന്ന് ധൈര്യത്തോട് കൂടി കളിച്ച് സാഹചര്യത്തിനനുസരിച്ച് കളിക്കുന്ന ആൾക്കാരാണ്. ഇത് ഏറിപ്പോയ 18ാമത്തെ ഓവറിലോ 19ാമത്തെ ഓവറിലോ വരും. തലക്ക് ധൈര്യം നിങ്ങൾ പറഞ്ഞു. വേൾഡ് കപ്പിന്റെ ഫൈനലിലടക്കം കളിയൊന്നും ആരും മറക്കണ്ട. പിന്നെപ്പോ മൂപ്പര് കാലുകൊണ്ട് വെച്ചാന്നുള്ളതുകൊണ്ട് മണ്ടാൻ വെച്ച. അപ്പൊ അതുകൊണ്ട് മൂപ്പര് ലാസ്റ്റ് വരും. അത് കഴിഞ്ഞ കളി കണ്ടു. കഴിഞ്ഞ കളിയിൽ ആദ്യത്തെ ബോൾ എന്താണ് സിംഗിൾ ഇട്ട് സ്ട്രൈക്ക് കൊടുക്കുന്നുണ്ട്. ജയിക്കേണ്ട സമയത്ത് അടിക്കേണ്ട സമയത്ത് അടിച്ചില്ല. എന്നിട്ട് തോൽവി ഉറപ്പായപ്പോ ഭയങ്കര അത് അല്ലെങ്കിലേ കഴിഞ്ഞ കളി തോറ്റില്ല. മൂപ്പര് ഇപ്പൊ ഈ നെറ്റ് റൺ റേറ്റ് മോശമാവണ്ടല്ലോ വെച്ചിട്ട് അതായത് അവിടെ ഒന്ന് അടിച്ചാ ആ കളി ഫിനിഷ് ചെയ്യാന്ന് കജൂല എന്നുള്ള മൂപ്പർക്ക് ആദ്യം മനസ്സിലായി. രീതിയിലല്ലോ ജയിക്കാൻ വേണ്ടി. അതാണ് ഏറ്റവും വലിയ പരിതാപം. പറഞ്ഞോണ്ടിരുന്നോളൂ. ഇന്ന് ട്രൈ എന്താന്ന് കാണിച്ചു തരും. ഇന്ന് ട്രൈ നിങ്ങൾ കാണും ചെയ്യും, നിങ്ങൾ തോൽക്കും. ഞങ്ങളെ കോട്ടിൽ അന്നത്തെ കളി എന്താ നിങ്ങളെ കോട്ടിൽ നിങ്ങൾ തോൽക്കുന്നുണ്ട്. ഒരു കളി തോറ്റു. ഒരു കളി തോറ്റിനാണ് വർത്തനം. ഒന്നിലധികം 1-2 കളിയായിട്ട് തോറ്റിക്കണം. സമ്മതിച്ചല്ലോ. ഇന്നത്തെ കളി എന്ന് പറഞ്ഞാല് ഇന്ന് ഉച്ചക്ക കളി. അത് നിങ്ങൾ എന്താ മനസ്സിലാക്കാത്ത? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ പതിരാന പോയി, ഞങ്ങളെ മുസ്തഫീസുർ പോയി, ദീപക് ചാറിനെ പോയി. ഇത് ഞങ്ങളെ പേസ് ബോളിങ്ങിനെ ബാധിച്ചിട്ടുണ്ട്. അതെല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് കഴിഞ്ഞ കളി ഞങ്ങൾ തോറ്റത്. പക്ഷെ ഇന്ന് ഉച്ചക്കളി കളിയാകുമ്പോൾ എന്താവും? ഞങ്ങൾ സ്പിന്നർമാർക്ക് അതിന് പറ്റിയ സ്പിന്നർമാർ ഞങ്ങൾക്ക് ആ പിച്ചിനെ പറ്റിയിട്ട് നന്നായിട്ട് അറിയാവുന്ന ആൾക്കാർ ഞങ്ങൾക്കുണ്ട്. ഞങ്ങളെ ഇന്ന് നോയിക്കൊണ്ട് സാന്നർ ഉണ്ടാവും, പിന്നെ നമ്മളെ ജഡേജ ഉണ്ടാവും, പിന്നെ മോയിൻ അലി എന്ന് അറിയും. കാരണം ഉച്ച ആയതുകൊണ്ട് ഡ്യൂവിന്റെ പ്രശ്നം മറ്റു കുഴപ്പങ്ങളൊന്നും ഉണ്ടാകാൻ പോണില്ല. ഇന്ന് ഞങ്ങൾക്ക് പറ്റിയ കണ്ടീഷനിലെ കളി അല്ല. അപ്പൊ ഞങ്ങൾക്ക് സ്പിന്നർമാരൊന്നും ഇല്ലേ? അശ്വിനെ മാത്രം നോക്കിയാൽ മതി. മറ്റവന് വെള്ളർച്ച കിട്ടും. അശ്വിന് അതെ, അശ്വിന് അവിടെ ഉള്ള അറിയിക്കാരോ. ആയിക്കോട്ടെ. ചാഹലിനൊക്കെ ആയിക്കൂലട്ടോ. ഓനൊക്കെ എന്തിനാണ് ഇപ്പൊ വേൾഡ് കപ്പിൽ എടുത്ത് 1-2 കളിയിൽ കിട്ടിയ നോക്കണ്ട. ഇങ്ങനത്തെ സ്പിന്നിന്റെ പിച്ച് ആകുമ്പോ പ്രത്യേകിച്ച് മൂപ്പർക്ക് നന്നായിട്ട് എറിയാൻ കഴിഞ്ഞു. വേണമെന്നുണ്ടെങ്കിൽ മഹാരാജനാർക്കും ഞങ്ങൾക്ക് ഇല്ലല്ലോ. പിന്നെ നിങ്ങളെ സ്പിന്നർമാര് ഞങ്ങളെ ബാറ്റ്സ്മാൻമാർ മുമ്പൊക്കെ വരുന്നത് വേറെ ടീം. നിങ്ങളെ ബാറ്റ്സ്മാൻമാര് ആ 3 ആള് ബട്ട്ലറെ എന്തെങ്കിലും പൂക്കണാണ്. പിന്നെ കഴിഞ്ഞ കളിയിൽ മൂപ്പര് ഞങ്ങളുടെ പറഞ്ഞാല് ആരെങ്കിലും കയറ്റി ഫോം ആവും. ഒരു 3 ആൾ ഔട്ടായാലും ഞാൻ സിംപിളി ചോദിക്കട്ടെ, ഒരു 3 ആൾ ഔട്ടായാല് സഞ്ജു പരാഗും ഈ പറഞ്ഞ ഓപ്പണർമാരും ഔട്ടായാല് പിന്നെ നിങ്ങൾക്ക് കളിച്ചാൻ ആരാ? ആ പാവല് കളിച്ചാണ്ട് 2 കളി തോൽപ്പിച്ചിക്കണേ. പിന്നെ വരണ ഒരു മനുഷ്യന്മാരും അടിച്ചിട്ടില്ല. ഞങ്ങളുടെ ആദ്യത്തെ 5-6 ആൾക്കാർ നന്നായിട്ട് കളിക്കുന്ന മികച്ച രൂപത്തിൽ കളിക്കുന്ന ആൾക്കാരാണ്. ബട്ട്ലർ ആണെങ്കിലും ജയ്സ്വാൾ ആണെങ്കിലും പരാഗ് ആണെങ്കിലും. പിന്നെ ഒന്നും കൂടി ഈ 4 ആൾക്കാർ എണ്ണിക്കൊള്ളിയും കളിച്ച് 2 കളി തോൽപ്പിച്ച പവർ ഹിറ്റിങ്ങിന് പേര് കേട്ടത്. എന്ത് പവർ ഹിറ്റിംഗ്? എന്നിട്ട് കഴിഞ്ഞ കളിയൊന്നും കണ്ടില്ലല്ലോ. അവസരം വരുമ്പോ മൂപ്പർ അതൊക്കെ കഴിഞ്ഞ 2 കളിയിൽ മൂപ്പർക്ക് അവസരം ഉണ്ടായിട്ടാ. കഴിഞ്ഞ കളിയിൽ ഫെരേറിനെ കണ്ട് മൂപ്പർ പാളി. അതാണ് ജസ്റ്റ് ഒന്ന് പേച്ചത്. അല്ലെങ്കിൽ കഴിഞ്ഞ കളി ഞങ്ങൾ ജയിക്കുന്നുണ്ട്, അത് വേറെ കാര്യം. അതിന് മുമ്പത്തെ കളിയിലും തോറ്റ്. ആര് ഈ ഇറ്റ്മാറും പവലൊക്കെ തന്നെയാണ് അതിന്റെ മുമ്പത്തെ കളിയും കളിച്ചത്. ഇത് ഫിനിഷ് ചെയ്യാൻ പറ്റണില്ല. അവിടെയാണ് ഈ പ്രശ്നം. ഞങ്ങള് പ്ലേ ഓഫ് ഉറച്ചിരിക്കുന്ന ടീമാണ്, ഉറപ്പിച്ച ടീമാണ്. നിങ്ങളെ അവസ്ഥ എന്താണ്? അത് നോക്കണ്ട. നിങ്ങൾ ഇതുവരെ ഞങ്ങളെ കളിച്ചില്ലല്ലോ. നപ്പാണ്ട് കാണിച്ചു. രാജസ്ഥാനെ തോൽപ്പിക്കാൻ ഞങ്ങൾക്ക് കയ്യും തോന്നുന്നു. പിന്നെന്താ മികച്ച രൂപത്തിൽ ഞങ്ങൾക്ക് എന്ത് രാജസ്ഥാൻ? നിങ്ങളെ കഴിഞ്ഞ കളിയില് 10 റണ്ണായപ്പോത്തിന് 3 എണ്ണം മണ്ടി പോയി. അതിന് ശേഷം മിച്ചലും അലിക്കാക്കിയും കൂടി അടിച്ച കണ്ടില്ല ഞങ്ങള്. എന്നിട്ട് വല്ലാത്ത അതേ പോലോ ജയിച്ചാൽ കഴിഞ്ഞോ?
ആ രണ്ടാളും ഉഷാറായി കളിച്ചിക്കണ്. ചില പ്രശ്നങ്ങൾ രഹാനൊക്കെ എന്തിനാണ് രഹാനെ മാറ്റി ഞങ്ങൾ റിസ്വിനെ ഓപ്പൺ ചെയ്തു. രച്ചിന ഒരു കളിയിൽ കളിപ്പിച്ചു, ഒരു കളിയിൽ മാത്രം മൂപ്പര് കളിച്ചിട്ടുള്ളൂ, ബാക്കി ഫുള്ള് ഫ്ലോപ്പാണ്. റിസ്വിനെ എന്തോ വലിയ സംഭവമാക്കി ഇതുവരെ ഒന്നിന് ഞങ്ങള് റിസ്വിനെ ഓപ്പൺ ആയിക്കും, ഒന്നുകിൽ അല്ലെങ്കിൽ ഗെയ്ക്വാദും രജിനും കൂടി ഓപ്പൺ ചെയ്യുന്ന രഹാൻ ഞങ്ങൾ കയറ്റിയെടുത്തു. പിന്നെ റിസ്വി ഉണ്ടാവും ഓന് പകരം ബാറ്റ് ചെയ്യാൻ വേണ്ടിട്ട്. അതോടുകൂടി ആ പ്രശ്നം അവിടെ കഴിഞ്ഞ കളിയിലും ഈ പറഞ്ഞ ഗെയ്ക്വാദൊക്കെ മോശം തന്നെ. കഴിഞ്ഞ കളി മാത്രം, അതിന് മുമ്പത്തെ കളി ഗെയ്ക്വാദിന്റെ അടിയും സ്കോർ എത്ര നോക്കിക്കളി. ഇനിയിപ്പോ ഈ മിച്ചലൊക്കെ പറഞ്ഞാല് 1-2 കളി അടിച്ചും അതിന്റെ ഫോമിലാണ് ടെസ്റ്റ് കളിക്കുന്ന പ്ലെയറാണ്. ആ ഒരു കളി മൂപ്പര് ജഡേജ പെരുന്തോച്ചിലാണ്. പിന്നെ ധോണി പിന്നെ പേടിച്ചിന്റെ ആവശ്യമില്ല, 10ാമത്തെ ഓവറിലെ 30 ഇറങ്ങുള്ളൂ, വരില്ല. അതിനും നിങ്ങൾക്ക് എല്ലാം കിട്ടും. അതോടുകൂടി ഒരു 10 റൺ ഏറിപ്പോയ 12. മറ്റേ ആവേശക്കാരന്റെ ആവേശത്തിലുള്ള ഹർഷൽ പട്ടേലിന്റെ പന്തില് കുറ്റി പോയ ആളാണ് ആള്. അപ്പൊ നല്ല ഉഷാറ് കയറാണ് ഇപ്പൊ. സന്ദീപിന്റെ ഒരു ഏറ് വന്നാൽ സന്ദീപിനൊക്കെ ബോൾട്ട് പവർ പ്ലേയിൽ ആണെന്നുണ്ടെങ്കിൽ 2-3 വിക്കറ്റ് ഒന്നും ചെയ്യില്ല, ഇന്നൊന്നും ചെയ്യാൻ പോണില്ല. അതൊക്കെ തോന്നല് മാത്രമാണ്. രാജസ്ഥാനിൽ ഒരു വമ്പം വിജയം ഉണ്ടാവും, ഞങ്ങള് മുന്നോട്ട് പോവുകയും ചെയ്യും.